ഇതാരാണ് മുത്തശ്ശ? ഇതാണ് എന്റെ മുത്തശ്ശൻ. ഓ, ഇങ്ങോട്ട് വരുമ്പോ ഒരു സ്കൂള് കണ്ടില്ലേ, അത് ഇദ്ദേഹം കിട്ടിയതാ. പിന്നെ ഈ കാണുന്നത് ആരാണെന്ന് വെച്ചാൽ മുത്തശ്ശ ഇതാരാ മുത്തശ്ശ? നമ്മുടെ കുടുംബത്തിന് ചേരാത്ത ഒരാളപ്പലുണ്ടല്ലോ. അതാണോ ആ, നിന്റെ അമ്മാവന്റെ മോളാ സത്യ. അതെയോ? അതേടാ. നിന്റെ അമ്മ ഇതിലില്ലെങ്കിലും അവളുടെ പേരെങ്കിലും ഈ വീട്ടിൽ ഉണ്ടാകട്ടെ എന്ന് കരുതി. ഇപ്പൊ അവൾ അപ്പുറത്തെ എവിടെയോ കാണും. പുറത്തെന്തോ ആവശ്യത്തിന് പോയെന്നാ തോന്നുന്നേ. ഇപ്പൊ വരും. ഭയങ്കര ബുദ്ധിശാലിയാ. ആരെ കൊണ്ടും പറ്റിക്കാൻ കഴിയില്ല അവളെ. നല്ല ധൈര്യ. അമ്മേ, എല്ലാരും എവിടെ പോയതാ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഹായ്. അയ്യോ, അയ്യോ, ഇത് വീണ്ടും സ്റ്റാർട്ടായോ? കൃഷ്ണ 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 കൃഷ്ണ. അയാള് പറഞ്ഞ പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ. ഇത്ര നാൾ ഒരു കുഴപ്പമില്ലാതിരുന്നതാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിനക്ക് ഇമാജിനോ റൊമാൻസോ ഫീൽ ഉണ്ടെന്ന്. എന്തിനാ? എനിക്ക് അല്ലെങ്കിലേ വയ്യാണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ ഇതും കൂടെ. ഓ മൈ ഗോഡ്, എന്റെ ശബ്ദം നീ ഇപ്പൊ കേട്ടോ? ശ്രദ്ധിച്ചു നോക്ക്. ആദ്യം ഇല്ലാത്ത സ്ഥലത്തെല്ലാം നീ എന്നെ കണ്ടു. അപ്പൊ നീ എന്നെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങി നടത്താം. ദാറ്റ് ഈസ് സിംറ്റം നമ്പർ 1. ഇപ്പോ ഞാൻ സംസാരിക്കുന്നത് നീ കേൾക്കുന്നു. ദാറ്റ് ഈസ് സിംറ്റം നമ്പർ 2. അതിനർത്ഥം എന്താണെന്നറിയോ? എന്താ അർത്ഥം? ലവ് പൂർണ്ണ രൂപത്തിലെത്തിയെന്നർത്ഥം. ഞാൻ വിശ്വസിക്കില്ല. അതെന്താ? ഞാൻ ലവ് ചെയ്യാനോ? അത് നിങ്ങളെ? അതെ, പിന്നെ ലവ് അല്ലാതെ? പുതിയ നമ്പർ 6, പഴയ നമ്പർ 16, വാച്ച് മേക്കർ സ്ട്രീറ്റ്, മണി വാച്ച് ഹൗസ്, ചെന്നൈ 6,01,000 താമസിക്കുന്ന ഞാൻ. പഴയ നമ്പർ 28, പുതിയ നമ്പർ 24, മാടവേദി, ഗോപാലസമുദ്രത്തിൽ കഴിയുന്ന നിന്റെ മുമ്പിൽ എന്നെ കാണണമെങ്കിൽ അതെങ്ങനെ? എന്റെ അഡ്രസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അയ്യോ, ബേസിക്കലി ഞാൻ വാച്ച് മെക്കാനിക് അല്ലേ. ജനറലായിട്ട് ജനറൽ നോളജ് വളരെ കൂടുതലാ. അത് വിട്. നിന്റെ കൺമുമ്പിൽ എന്നെ എന്തുകൊണ്ടാ കാണുന്നത്? എന്തുകൊണ്ടാ കാണുന്നേ? ലവ്. ലവോ? യാ. ഇപ്പൊ ഞാൻ എവിടെയുള്ളെന്ന് പറ. ന്യൂ നമ്പർ 6, ഓൾഡ് നമ്പർ 16, മണി വാച്ച് വർക്ക്സ്, വാച്ച് മേക്കർ സ്ട്രീറ്റ്, പാരീസ് കോർണർ, ചെന്നൈ 600001. നീ എവിടെയുള്ളത്? ഓൾഡ് നമ്പർ 28, ന്യൂ നമ്പർ 24, മാടവീതി, ഗോപാലസമുദ്രം. അത് കറക്റ്റ്. എന്നെ കാണുന്നുണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രേമം മൂത്തു. സിംറ്റം നമ്പർ 2 കൺഫേം. ഇപ്പോ സിംറ്റം നമ്പർ 3. 3യോ? എന്താ അത്? ഉടനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോന്ന് പരീക്ഷിച്ചേക്കാം. അങ്ങനത്തെ ആഗ്രഹമൊന്നും എനിക്കില്ല. തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാ. ഇപ്പൊ എന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ശരി, അത് പോട്ടെ. കഴിഞ്ഞതൊക്കെ വിട്ടുകളാ. ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ കണ്ണില് എന്റെ അമ്മയെ കണ്ടാൽ നിങ്ങൾ എന്റെ കുടുംബത്തിലൊരു അംഗമാവണം. എന്നെ ഉടനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തുളുമ്പുന്നുണ്ടെന്നർത്ഥം. എങ്ങനെ ഞാൻ നിങ്ങളുടെ അമ്മയെ? എന്തോ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാത്തടത്ത് നിങ്ങളെ കാണുന്ന പോലെ, സംസാരിക്കുന്ന പോലെ. അതുകൊണ്ട് ഒറ്റയടിക്കങ്ങ്. ഭയങ്കര ഷാർപ്പാണല്ലോ ആള്. ഒരു പക്ഷേ നിങ്ങളുടെ കണ്ണില് പുറകിലത്തെ ജനല് വഴി എന്റെ അമ്മയെ കണ്ട ഒരു പക്ഷേ. പോ പ്ലീസ്. എന്താ? അയ്യോ, കാണുന്നുണ്ട്. സത്യമാണോ? സത്യമായിട്ടും കണ്ടു ഞാൻ. പോയെ. കല്യാണം കഴിക്കാനുള്ള ആഗ്രഹത്തിൽ കളവ് പറയാ നീ. എന്റെ അമ്മയാണ് സത്യം. ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. എന്ത്? ഏയ്, സത്യാണോ? വിഷമിക്കണ്ട. അവസാനം സിംറ്റം 4ന്റെ ടെസ്റ്റ്. ഇനിയും ടെസ്റ്റ് ഉണ്ടോ? ഇതെല്ലാത്തിനേക്കാളും ഭംഗിയുള്ള ടെസ്റ്റാ. ശരി, പറ. കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ആഗ്രഹമുണ്ടോന്ന് അറിയാനുള്ള ടെസ്റ്റ്. അതെങ്ങനെയാ? ഞാൻ എവിടെയാണ്? ന്യൂ നമ്പർ 6, ഓൾഡ് നമ്പർ 16, മണി വാച്ച് വർക്ക്സ്, വാച്ച് മേക്കർ സ്ട്രീറ്റ്, പാരീസ് കോർണർ, ചെന്നൈ 600001.
നീ എവിടെയുള്ളത്? ന്യൂ നമ്പർ 28, ഓൾ നമ്പർ 24, മാടവീതി, ഗോപാലസമുദ്രം. അവിടെയുള്ള എനിക്ക് ഇവിടെയുള്ള നിന്നെ തൊടാൻ പറ്റുമോ? പറ്റില്ല. തൊടുന്ന പോലെ തോന്നിയാലോ? സത്യ, സത്യ, കഥക് തുറക്ക്. എന്താ അമ്മേ? ഇവിടെ എന്താ ചെയ്യുന്നേ? താഴേക്ക് വാ. അമ്മ പോയിക്കോ, ഞാൻ പിന്നെ വരാം. എനിക്ക് നല്ല സുഖമില്ല. ഡോക്ടറോട് വരാൻ പറയോ? എന്തു പറ്റി? നിനക്കൊന്നുമില്ല. താഴേക്ക് വന്നേ. ഇതൊരു അസുഖം. ഇമാജിനോ റൊമാൻസോഫീലിയ. സിംറ്റംസ് 1, 2, മാരേജ്, ബേബീസ്. എന്തൊക്കെയാ നീ പൊലമ്പുന്നേ? പകർച്ചവ്യാധിയാണോ? പകരോ ഇത്? ഇതൊന്നും പകരില്ല. എന്തായാലും ഒരു 5 അടി പുറകോട്ട് നിന്നോ. അമ്മയ്ക്ക് വന്നാലോ? ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വരാം. നിക്കടി. ആരാ വന്നിരിക്കുന്നറിയോ? ദേ നോക്ക്, ഇങ്ങോട്ട് വാ. അയ്യോ, അമ്മ ആംബുലൻസിനെ വിളിക്കാറായ്മ. എന്തു പറ്റിയടി നിനക്ക്? ഏട്ടത്തി, ഭാവി മരുമകളാ സത്യ. അമ്മ, അമ്മയ്ക്കും കാണുന്നുണ്ടോ? അമ്മയ്ക്കും പിടിച്ചെന്നാ തോന്നുന്നത്. ശരി, രണ്ടുപേർക്കും ചേർന്ന് ഡോക്ടറെ കാണാൻ പോകും. മിണ്ടാതിരിക്കടി. എത്ര വർഷമായിന്നറിയോ ഇവരിങ്ങോട്ട് വന്നിട്ട്? അപ്പോഴാ നിന്റെ ഒരു പിച്ചും പെയ്യും. ഏട്ടത്തി, ഈ മരുമോള് നേരത്തെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ, എന്നാ യാദൃശ്ചികമായിട്ട് വന്നതാ. എന്റെ മോക്ക് ഒരു ഗ്ലാസ് കാപ്പി കൂടി കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്താ ഇങ്ങനെ നോക്കുന്നേ? മണിക്ക് നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് എന്ത് സന്തോഷാവെന്നറിയോ? മണി, മണി, എടാ മണി, നീ ഇങ്ങോട്ട് വാ. ഇവിടെ വാ. എന്താണ് മാതാശ്രീ? ഹൗ കാൻ ഐ ഹെൽപ് യു? ഇങ്ങോട്ട് നോക്ക്, ഇതാരാണെന്ന്. ആര്? നമ്മുടെ വീട്ടിൽ വന്നില്ലേ? എപ്പോ? എടാ, ഞാൻ സാരി കൂടി കൊടുത്തില്ലേ? എന്റെ കടയിൽ നിറയെ കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ട് മുഖം എങ്ങനെ ഓർമ്മിരിക്കും? സോറി, നിങ്ങളെ മരണത്തിൽ തെറ്റിദ്ധരിക്കരുത്. അല്ലടാ, ഞാൻ ശരവണ സ്റ്റോഴ്സിൽ നിന്ന് എന്റെ മരുമോക്ക് വേണ്ടി വാങ്ങിയ പിങ്ക് സാരി അന്ന് ഞാൻ ഇവൾക്ക് അതെടുത്ത് കൊടുത്തില്ലേ? അന്ന് HMT വാച്ച് മോഡൽ S76, മുത്തച്ഛന്റെ ഫേവറേറ്റ് വാച്ച്. സോറി, ഞാൻ ബേസിക്കലി ഒരു വാച്ച് മെക്കാനിക് ആയതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ടാവില്ല. വാച്ചിന്റെ മോഡൽ ഓർമ്മയുണ്ടാവും. അതിൽ ഞാൻ ഡേറ്റ് ഒക്കെ ആഡ് ചെയ്തില്ലേ? ആ വാച്ച് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലേ? ബൈ ദ വേ, ഐ എം മണി. നിന്റെ മുറച്ചെറുക്കനാ. ആ മുത്തശ്ശ, ഇപ്പൊ വരാം മുത്തശ്ശ. കുറച്ച് ഫോട്ടോ കാണിക്കാൻ വേണ്ടിയാ, ഞാൻ താഴെ പോയിട്ട് വരാം. അകത്തിന്റെ ബോക്സ് ഷെൽഫിൽ എടുത്ത് വെക്കണം. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഗസ്റ്റിനോട് ജോലി ചെയ്യാൻ ചെന്ന് സഹായിക്കടാ. എന്റെ ഏട്ടത്തി, എനിക്കൊന്നും വിശ്വസിക്കാനാവില്ല. അമ്മേ, എനിക്ക് ത്രോട്ട് ശരിയല്ല. അമ്മേ, എന്താ പറഞ്ഞത്? സിംറ്റം 1, 2, 3, 4. സിംറ്റം 5 എന്താണെന്നറിയോ? എന്റെ സ്കൂളിൽ അത് പറഞ്ഞു തന്നില്ലല്ലോ. പറഞ്ഞു തന്നില്ലേ? ഈ അസുഖം ബാധിച്ച ആളുടെ കണ്ണിൽ എപ്പോഴും ഒരാളെ കാണുന്നുണ്ടല്ലോ. അവനെ ആ പേഷ്യന്റ് എന്തൊക്കെ ചെയ്യുന്നു ഊഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കണ്ണ് നൂണ്ടിയിട്ട് മൂക്കിലിടിച്ച് കാത് പറിച്ച് കൈ ഒടിച്ച്. ഐ തിങ്ക് നിനക്ക് ഇമാജിൻ റൊമാൻസോഫീലിയ പോയെന്നാ തോന്നണേ. യാ, വി ബോത്ത് ആർ ഇൻ ദ റൊമാൻസോഫീലിയ. ഓ,